കോട്ടയം നഗരസഭയിൽ പിരിഞ്ഞുപോയ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധം. സമയബന്ധിതമായി പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ തുടർച്ചയായി നഗരസഭ വീഴ്ച വരുത്തുകയാണെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ശാരീരികാവസ്ഥകൾ വകവയ്ക്കാതെയാണ് പലരും നഗരസഭയുടെ മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഇന്നലകളിൽ കോട്ടയം നഗരത്തിന്റെ വീഥികളെ ശുചീകരിച്ചവരുടെ വാക്കുകളാണിത്. ആയകാലത്ത് പകലന്തിയോളം മാലിന്യത്തിന് നടുവിലായിരുന്നു ഇവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ വന്ധ്യവയോധികരിൽ പലരും ഇന്ന് രോഗികളാണ്. ഇന്നിവർക്കുള്ള ഏക വരുമാനം പെൻഷൻ മാത്രം. എന്നാൽ അത് കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. പൈസ മേടിച്ചിട്ട് ഗുളിക മേടിച്ചോണ്ട് പോകാനായിട്ടാണ് ഈ കാത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു വരുമാനവും ഇല്ല. ഇത് കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ഇന്നത്തെ അരി പോലും മേടിക്കേണ്ട, ഈ കാശ് കൊണ്ടുപോയിട്ട് വേണം. അതിനുവേണ്ടി കാത്തിരിക്കുക. വണ്ടിക്കൂലിക്ക് പോലും കടം മേടിച്ചോണ്ടാണ് വന്നത്. അതുപോലെ കഷ്ടപ്പെടുക ഞങ്ങളൊക്കെ ഇവിടെ. എല്ലാവരും ഇപ്പം 70 വയസ്സൊക്കെ കഴിഞ്ഞ കഴിവൊക്കെ ഉള്ള ആൾക്കാരാണ്. എല്ലാവരും രോഗികളാണ്. ഇതിൻ്റെ മണ്ടയ്ക്കിലൊരു ഈ മാസം തന്നെ ഒരു 10 പ്രാവശ്യം ഈ മനുഷ്യൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓരോ ആൾക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലാണ് നമുക്ക് നമ്മുടെ പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് എന്ന് കിട്ടുമെന്ന് ദൈവം തമ്പുരാനെ അറിയാത്ത. പലർക്കും ബാങ്ക് ബാധ്യതകൾ ഉണ്ട്. പണമടയ്ക്കേണ്ട ദിവസം പെൻഷൻ ലഭിക്കാത്തതിനാൽ തിരിച്ചടവും മുടങ്ങുകയാണ്. വീട് ലോൺ വെച്ചിട്ടാണ് എടുത്തത്. ഇച്ചിരി പൈസ ഇടയ്ക്ക്. ഇപ്പോൾ അതും കൂടി ഇപ്പോൾ പിടിക്കാനുമില്ല. ഒരു ദിവസം ഇവർ നേരത്തെ ഇത് പെൻഷൻ തന്നില്ലെങ്കിൽ ആ ലോൺ പിടിക്കാൻ ഡബിൾ പലിശയാവും. അത് ഞങ്ങൾ ഈ തൊഴിലാളികൾ ഇത് ഏറ്റെടുക്കണം. അപ്പോൾ അതിൽ നഷ്ടം ആ പറയും കുടുംബം തകർപ്പണമാവുക. 10-ാം തീയതി, 15-ാം തീയതി, 20-ാം തീയതി പറഞ്ഞ മനസ്സിലെ ഈ തുടർച്ചയായിട്ട് ഞങ്ങളിങ്ങനെ കയറി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഞാൻ സെക്ഷനോട് ചോദിച്ചു, ചെക്ക് എഴുതുന്നവരോട്, വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ പൈസ ബാങ്കിൽ വരും പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വൈകുന്നേരം മുമ്പ് അവിടെ ബാങ്കിൽ വെക്കും വന്നില്ല. ഇവരെ തപ്പി വന്നപ്പോൾ ഇവർ ഇറങ്ങി പോവുകയും ചെയ്തു. പെൻഷൻ തുക തട്ടിപ്പിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ നഗരസഭയാണ് കോട്ടയം. ഈ നഗരസഭയ്ക്ക് മുന്നിലാണ് വാർദ്ധക്യത്തിൻ്റെ അവശതയിലും പെൻഷനേഴ്സുകാരുടെ പ്രതിഷേധം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.